മിനി ഡാമിൻ്റെ കാഴ്ചകളും കണ്ട് പിന്നെ പോയത് മുനിയാട്ടുകുന്നിലേക്കാണ്. അസ്തമയവും ഉദയവും ഒരുപോലെ ഭംഗിയായി കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ മുനിയാട്ടുകുന്ന്. കുത്തനെയുള്ള പാറ പതുക്കെ പതുക്കെ വലിഞ്ഞ് അങ്ങോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ഇവിടെ മുനിയറകളുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. പിന്നെ അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. വഴിയിലൊരു കുരിശ് കണ്ടു. സമയം പതുക്കെ പതുക്കെ സന്ധ്യയായി തുടങ്ങി. നല്ല പാതയൊക്കെ പോയിട്ട് കല്ലും മണ്ണും എല്ലാം കൂടെ നിറഞ്ഞ അല്പം ദുർഘടമായ ഒരു പാത തന്നെയായിരുന്നു. പതുക്കെ പതുക്കെ എന്തായാലും അതിലേക്ക് നടന്നങ്ങോട്ട് കയറി. പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെ നമ്പർ എഴുതി വച്ചിട്ടുണ്ട്. മുകളിലേക്കുള്ള വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ നടന്ന് ആ കുന്നിൻ്റെ മുകളിലെത്തി. വളരെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് വലിയ ചൂടൊന്നുമില്ലാതെ മഴയുടെ ശല്യമൊന്നുമില്ലാതെ ആ കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തന്നെയാണ് തോന്നിയത്. അവിടെ ഇങ്ങനെ നിന്ന് ഒന്ന് വട്ടം കറങ്ങി നോക്കിയപ്പോഴാണ് തൊട്ടരികിലായിട്ട് തന്നെ ഒരു മുനിയറ കണ്ടത്. അധികം ആളുകളൊന്നും ആ പരിസരത്തുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ ഇനിയും കയറി പോകാനുണ്ട്, അപ്പോഴാണ് കുന്നിൻ്റെ ശരിക്കുമുള്ള മുകളിലെത്തൂ, അവിടെയാണ് കാഴ്ചകളെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെയും നടന്നു കയറി ഗണപതി അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ വിളക്ക് വെച്ചിട്ട് തിരിച്ചു പോകുന്നവരെയാണ് വഴിക്ക് കണ്ടത്. ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്കായിട്ടുള്ള കാഴ്ചകൾ ശരിക്കും ഒരുക്കി വച്ചിട്ടുള്ളത്. വെളിച്ചം പതുക്കെ താഴ്ന്നു കൊണ്ടിരുന്നു. നല്ലൊരു അന്തരീക്ഷം, നല്ല കാറ്റ്, അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചുറ്റിനും ചീവീടുകളുടെയും കുഞ്ഞു കുഞ്ഞു പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമായിട്ടാണ് തോന്നിയത്. കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. മേഘങ്ങൾ വന്ന് മറഞ്ഞതുകൊണ്ട് സൂര്യനെ ശരിക്കും അങ്ങോട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, എന്തായാലും വന്നതല്ലേ, കുറച്ചു നേരം അവിടെ ചെലവഴിച്ചിട്ട് തന്നെ പോകാമെന്നായി തീരുമാനം. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു. കുറച്ചപ്പുറത്ത് കുറച്ച് പിള്ളേരൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, പാട്ടുപാടി ചിരിച്ച് കളിച്ച്. അങ്ങനെ ആകാശം നോക്കി മലർന്ന് കിടന്നപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു ചെടിയിൽ ഒരു എട്ടുകാലി ഇങ്ങനെ കൂട് കൊട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അതും കണ്ട് ഇങ്ങനെ കിടക്കാൻ നല്ല രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ നിറം മാറി. മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം വന്നെത്തി. എന്തോ ഒന്ന് കിട്ടിയ ഒരനുഭൂതി. വീണ്ടും ആ കാഴ്ചകളിൽ കുറച്ചു നേരം കണ്ട് ആ ചെങ്കിരണങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഏറ്റുവാങ്ങി സന്തോഷത്തോടു കൂടി പതുക്കെ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. സമയം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവിടെ വഴിവിളക്കുകളൊന്നുമില്ല, മൊബൈലിൻ്റെ വെളിച്ചം മാത്രം ശരണം. അങ്ങനെ ആ വെളിച്ചത്തിൽ നോക്കി കല്ലിലൊന്നും തട്ടി വീഴാതെ പതുക്കെ പതുക്കെ ഇറങ്ങി വന്നു. പിന്നെ വഴിയിൽ ആ നമ്പറുകൾ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് വഴി തെറ്റാതെ ഇറങ്ങിപ്പോരാൻ പറ്റി. എന്തായാലും താഴെ എത്തി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.